ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നോർത്തൻ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തേയിലച്ചണ്ടി, അതായത് നമ്മൾ ചായ ഇട്ടതിന് ശേഷം ഉപേക്ഷിക്കുന്ന ആ തേയിലയുടെ വേസ്റ്റ്, ഇതുകൊണ്ട് മുഖക്കുരുവിന് ഒരു നല്ലൊരു പരിഹാര മാർഗമുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവുകയാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് പാലൊഴിച്ചിട്ടുള്ള ചായയല്ല ഇതിന് വേണ്ടുന്നത്. പാലൊഴിച്ചിട്ട് അതിൻ്റെ കൂടെ വരുന്ന ആ തേയിലച്ചണ്ടി ഉപയോഗിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. പാലൊഴിച്ചിട്ടുള്ളതല്ല. പഞ്ചസാരയും ചേർക്കുന്നതിന് മുമ്പിട്ട് പാലോ പഞ്ചസാരയോ ചേർക്കാത്ത തേയിലച്ചണ്ടി. സാധാരണ നമ്മൾ തേയില, നാട്ടിൽ ഏത് തേയിലയാണോ ഉപയോഗിക്കുന്നത് ആ തേയില ഉപയോഗിക്കാം. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം. ഇപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് നമ്മളൊരു 1-1.5 സ്പൂൺ തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ആ തേയിലച്ചണ്ടി അരിച്ച് മാറ്റിയതിന് ശേഷം വേണമെങ്കിൽ പിന്നെ പാൽ ചേർത്ത് ചായ ആക്കി എടുക്കാമല്ലോ, പാൽ ചായയായിട്ട്. അതുകൊണ്ട് ഞാനിവിടെ 1.5 സ്പൂൺ വേണ്ടിയിട്ട് തേയില ഇടുന്നുണ്ട്. ഇനിയിപ്പം ഒരാൾക്കിടുന്ന കട്ടൻ ചായയുടെ അത്രയും തേയിലയായാലും മതിയാവും കുറച്ചൊക്കെ മുഖക്കുരു ഉള്ളവർക്ക്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഹോമിയോ ഡോക്ടർ പറഞ്ഞു തന്നെയായിരുന്നു. കുറേ നാളുകൾക്ക് മുമ്പ്, ഒരു 20-22 വർഷം മുമ്പിട്ട് ഞങ്ങളുടെ അടുത്തൊരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പം എനിക്കിങ്ങനെ ഒത്തിരി മുഖക്കുരുവായിട്ട് എന്തെല്ലാം മരുന്ന് തേച്ചിട്ടും കഴിച്ചിട്ടും ഒന്നും കുറയാതെ വന്നപ്പോൾ ആ ഡോക്ടറാണ് പറഞ്ഞു തന്നത്, മുഖത്ത് സോപ്പൊന്നും ഇടരുത്, പിന്നെ കടലമാവ് ഉപയോഗിച്ച് മുഖം കഴുകുക, അതുപോലെ തന്നെ ഈ തേയിലയുടെ മെത്തേഡ്. അതിപ്പോൾ ഞാൻ ഓർത്തു എന്ന് മാത്രം. അപ്പം തേയില നമ്മൾ നന്നായി തിളച്ച് അതിൻ്റെ ചായയ്ക്ക് വേണ്ടുന്ന സത്തെല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തേയില ചണ്ടി ഇതുപോലെ അരിച്ചെടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു ചെറിയ ചൂട് കാണും. ഇത്രയും ചൂടിൽ നമുക്ക് മുഖത്ത് വയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് വയ്ക്കാൻ പറ്റുന്ന, പൊള്ളി പോകരുത്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചൂടായതിന് ശേഷം ഇതുപോലെ ഒരു ടിഷ്യൂ എടുത്തിട്ടോ അല്ലെങ്കിൽ ചെറിയ ഒരു കോട്ടൺ തുണി എടുത്തിട്ടോ അതിനകത്തേക്ക് ഇത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കൈ കൊണ്ട് അല്പാൽപമായിട്ട് എടുത്ത് വെച്ചാലും മതി. നല്ല ഒരു മെത്തേഡാണ്. പഴുത്ത് നിൽക്കുന്ന മുഖക്കുരുവൊക്കെ നന്നായിട്ട് പൊട്ടിപ്പോവും. അപ്പോൾ അതിൽ നിന്ന് വീഴുന്ന ആ ബ്ലഡ്, പഴുപ്പ് ഇതൊക്കെ കൊണ്ട് കൂടുതൽ മുഖക്കുരു വരാതെയും നോക്കും. അത് നല്ലൊരു മെത്തേഡാണ്. ഇതിലിപ്പം ചെറിയൊരു ആവി പടക്കുന്ന ചൂട് കാണാം. അതിപ്പം ഞാൻ കയ്യിൽ കാണിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. പിന്നെ ഇത് ആറിക്കാൻ വരെ വെച്ചേക്കണ്ടേ. അപ്പം മുഖത്ത് എത്ര ചൂട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നുണ്ടോ, പൊള്ളാൻ പറ്റാത്ത ചെറിയൊരു ചൂട്, അധികം ചൂടാവരുത്. ആ ചൂടിൽ എവിടെയാണോ മുഖക്കുരു ഉള്ളത് അവിടെ ഇതേപോലെ വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മുഖക്കുരു പെട്ടെന്ന് സുഖപ്പെടും. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന പല വസ്തുക്കളും സൗന്ദര്യ സംരക്ഷണത്തിന് വളരെ നല്ലതാണ്. അപ്പം തേയിലയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. ഇനി അതുപോലെ അടുത്തൊരു മെത്തേഡ്, കറുത്ത പാടുകൾ മാറാനായിട്ട്. ഇത് ചിക്കൻ ബോക്സ് വന്ന പാടുകൾ പോലും, എനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പം ഞാൻ ചെയ്ത ഒരു മെത്തേഡായിരുന്നു ഇത്. ഇതും നോർത്ത് ഇന്ത്യൻസ് ആണ് എനിക്ക് പറഞ്ഞു തന്നത്. നാരങ്ങ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അതിൻ്റെ കുരുവും മറ്റേ നാരുകളും ഒന്ന് പോവാതിരിക്കാനായിട്ട് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ടുണ്ട്. ഒരു അരമുറി നാരങ്ങയുടെയും പകുതി ഭാഗത്തുള്ള നീര് മതി. നമ്മുടെ മുഖത്ത് പുരട്ടാൻ വേണ്ടിയിട്ട് മാത്രം മതിയല്ലോ. പിന്നെ വേണ്ടുന്നത് പഞ്ചസാര. ഇത് പലർക്കും അറിയാവുന്നൊരു ടിപ്പായിരിക്കും, എങ്കിൽ പോലും അറിയാൻ വയ്യാത്ത ഒരുപാട് പേര് കാണും. അപ്പോൾ പഞ്ചസാര നമ്മൾ നാരങ്ങാ നീരിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് അലിയാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ട് ഞാനിവിടെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പഞ്ചസാര പൊടിച്ച് ഒരു ഡബ്ബയിലടച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം. എന്നിട്ട് ആവശ്യാനുസരണം കുറച്ച് മാത്രം മതിയാവും പൊടിയാകുമ്പം. എന്നിട്ട് ഈ നാരങ്ങ നീരും പഞ്ചസാര പൊടിച്ചതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം മുഖത്ത് അപ്ലൈ ചെയ്യാം. പഞ്ചസാര പൊടിച്ചതായതുകൊണ്ട് ഒട്ടും തന്നെ തരികളില്ല. എവിടെയാണോ മുഖക്കുരുവിൻ്റെ പാടുകളുള്ളത് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് കിട്ടുന്നൊരു റിസൾട്ടാണ്. അവിടെയെല്ലാം തന്നെ മുഖത്തപ്പാടെ മുഖം മൊത്തത്തിൽ പുരട്ടിയതിന് ശേഷം 20-25 മിനിറ്റോളം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പം ഒരു ചെറിയൊരു വലിച്ചിൽ പോലെ, ഒരു ഡ്രൈനെസ് പോലെ ഉണ്ടാവും. അതിനുശേഷം ഇത് കഴുകിക്കളയാം. അങ്ങനെ ഇന്നത്തെ 2 ബ്യൂട്ടി ടിപ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചാനലിൽ ആദ്യമായാണ് എത്തിയിട്ടുണ്ടെങ്കിൽ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.